സ്നേഹമുള്ളവരെ, പാല പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ലാളം പഴയ പള്ളിയിലെ പ്രധാനപ്പെട്ട തിരുനാൾ ഈ വർഷം ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. തിരുനാളിന് ഒരുക്കമായിട്ടുള്ള മരിയൻ കൺവെൻഷൻ ഓഗസ്റ്റ് 25 മുതൽ 29 വരെയുള്ള തീയതികളിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്നു. എഴിമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോർജ് പള്ളിക്കുന്നൽ അച്ഛനാണ് ഈ ധ്യാനം നയിക്കുന്നത്. ആയിരങ്ങൾ സംബന്ധിക്കുന്ന ഈ കൺവെൻഷൻ ഈ ദേശത്തിന് തന്നെ വലിയ അനുഗ്രഹമായിട്ട് മാറിയിരിക്കുന്നു. തിരുനാളിൻ്റെ കൊടിയേറ്റ് ഓഗസ്റ്റ് 30 പലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുന്നതാണ്. അന്നേ ദിവസം പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന കൊടിമരം അദ്ദേഹം ആശീർവദിക്കുകയും കൊടിയേറ്റുകയും ചെയ്യും. തുടർന്ന് 4:00 മരിച്ചുപോയ ഇടവകാംഗങ്ങളെ അനുസ്മരിച്ച് പൂർണ്ണർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും സിമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 7 വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ പ്രാർത്ഥനകളും ആഘോഷമായ വിശുദ്ധ കുർബാനയും നൊവേനയും നെതിനും നടത്തപ്പെടുന്നു. ആ ദിവസങ്ങളിൽ രാവിലെ 4:30 വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആരാധനയും നമസ്കാരവും കർണക്കൊന്തയും 5:30 മണിക്കും 7 മണിക്കും രാവിലെ 9:30 ഉച്ചകഴിഞ്ഞ് 4 മണിക്കും വൈകിട്ട് 7 മണിക്കും ആഘോഷമായ വിശുദ്ധ കുർബാനയും സന്ദേശവും അതുപോലെ തെതിഞ്ഞും നൊവേനയും ഉണ്ടായിരിക്കും. ഈ ദിവസങ്ങളിൽ വൈകിട്ട് 5:15 ആഘോഷമായ ജപമാല പ്രദക്ഷിണം പള്ളിക്ക് ചുറ്റും ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം സെപ്റ്റംബർ 8 അന്നേ ദിവസം വൈകിട്ട് 4 മണിക്ക് ആഘോഷമായ ക്ലാസക്രമവും അതിനുശേഷം 6:00 ടൗൺ ചുറ്റിയുള്ള പട്ടണ പ്രദക്ഷിണവുമാണ് ഉണ്ടായിരിക്കും. തിരുനാളിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം പട്ടണ പ്രദക്ഷിണമാണ്. ജൂബിലി കപ്പേടയിലെ തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രദക്ഷിണമായിരിക്കും ടൗൺ ചുറ്റിയുള്ള ഈ പട്ടണ പ്രദക്ഷിണം. പാലായിലെ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും സഹകരണത്തോടെ വീഥികൾ വൈദ്യുതി അലങ്കാരങ്ങൾ ചെയ്ത് കമനീയമാക്കുന്നതാണ്. അവരെ പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു. ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ പ്രദക്ഷിണം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം സമ്മേളിച്ചുകൊണ്ടുള്ള ഈ പ്രദക്ഷിണത്തിലേക്ക് എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. തിരുനാളിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 1 ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അഭിനന്ദ പിതാവ് മാർ ജോസഫ് സാമ്പിക്കൽ പിതാവ് വൈകിട്ട് 4 മണിക്ക് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് സന്ദേശം നൽകുന്നതുമാണ്. തിരുനാൾ ക്രമങ്ങളിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വിപുലമായ ക്രമീകരണങ്ങൾ തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും
പള്ളി യോഗവും ചെയ്യുന്നുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും തിരുനാളിലേക്ക് ക്ഷണിക്കുന്നു. മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ എല്ലാവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നും ദൈവത്തിനടികൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രധാന തിരുനാൾ ദിവസം 8-ാം തീയതി 4 മണിക്ക് വൈകിട്ട് 4 മണിക്കുള്ള ആഘോഷമായ രാസക്രമത്തിന് ശേഷം 6:30 മണിക്ക് പട്ടണ പ്രദക്ഷിണം ആരംഭിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപം സംവഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളോടെ പുറപ്പെടുന്ന പ്രദക്ഷിണം പള്ളിയുടെ മെയിൻ ഗേറ്റ് കടന്ന് പള്ളിയുടെ മുന്നിൽ കൂടി ജൂബിലി കപ്പേളയുടെ വാതിൽക്കലെത്തി ഇവിടെ വന്ദിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പഴയ മാർക്കറ്റ് റോഡിലൂടെ മുന്നോട്ട് നീങ്ങി അൽഫോൻസ സ്റ്റോഴ്സിൻ്റെ വാതിൽക്കലുള്ള പന്തലിൽ എത്തിച്ചേർന്ന് നിധിയും ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ലാളം പാലൻ കവലയിലേക്ക് എത്തി അവിടെയുള്ള പന്തലിൽ നിധിയും ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് കട്ടക്കൈ റോഡുകൂടി കല്ലറയ്ക്കൽ സ്റ്റോഴ്സിൻ്റെ വാതിൽക്കൽ ക്രമീകരിച്ചിരിക്കുന്ന പന്തലിലെത്തി നിധിയും ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ച് പള്ളിയിലേക്ക് സിവിൽ സ്റ്റേഷൻ്റെ റോഡിലൂടെ കടന്ന് ദേവാലയത്തിൽ എത്തിച്ചേരുന്നതാണ്. പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേർന്നതിന് ശേഷം കൊടിയിറക്ക് കർമ്മവും അതോടുകൂടി തിരുനാളിൻ്റെ കർമ്മങ്ങളെല്ലാം പര്യവസാനിക്കുന്നതുമാണ്.